ലിറ്ററേച്ചർ മ്യൂസിക്കിനെ കുറിച്ചുള്ള പല ആർട്ടിക്കിളുകളിലും ഞാൻ വായിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണിത്. കാര്യം സത്യദീപം ഈ ഒരു ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷം തോന്നിയൊരു കാര്യമാണ്. ചോദ്യം ഇതാണ്: യൂറോപ്പിലെ പള്ളികളിൽ മൈക്കില്ലാതെയാണ് പാട്ട് പാടുന്നത്, പിന്നെ എന്തിനാണ് നാട്ടിൽ കേരളത്തിൽ നമ്മുടെ പള്ളികളിൽ കൊയർ പാടുമ്പോൾ മൈക്ക് ഉപയോഗിക്കുന്നതെന്ന്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം ഉള്ളിൽ ഒത്തിരിയേറെ ചിരി ജനിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഇത് കമ്പയർ ചെയ്ത് എഴുതിയിരിക്കുന്ന ഓതർ ഇത് ഏതെങ്കിലും മാസികകളിലോ ഏതെങ്കിലും ഒരു കാത്തലിക് മാഗസിനിലായിരിക്കും ഇതിനു മുമ്പ് എഴുതിയത്. ഞാൻ തന്നെ 1-2 സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഈ ഒരു കമ്പാരിസൺ. കാരണം ഒട്ടുമൊരു അർത്ഥമുള്ളൊരു കമ്പാരിസൺ അല്ല ഇത്. കാരണം ഒരു യൂറോപ്പിലെ പള്ളിയുടെ അറ്റ്മോസ്ഫിയറും കേരളത്തിലെ പള്ളിയുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ലെന്നുള്ളതാണ്. എന്തായാലും യൂറോപ്പിലൊരു പള്ളി വന്ന് കണ്ട് പരിചയമുള്ളൊരു അച്ഛനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അൽമായനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊയർ മെമ്പറോ ആയിരിക്കണം അത് എഴുതിയത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് യൂറോപ്പിലെ ഒരു പള്ളിയിലാണ്. അപ്പം ഞാൻ മിനിസ്ട്രി ചെയ്യുന്ന എൻ്റെ പള്ളിയാണിത്. എൻ്റെ പള്ളിയിലെ അൾത്താരയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. തൊട്ട് ഞാനിരിക്കുന്നതിൻ്റെ വലതുവശത്ത് ബലിമേശയുണ്ട്. ഈ ബലിമേശയിൽ മൈക്ക് എവിടെയെന്ന് നോക്കിയാലും മൈക്ക് കാണാനില്ല. അവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലും നിലത്ത് പതിഞ്ഞ രീതിയിൽ ഒരു ചെറിയൊരു കുഞ്ഞു നോട്ട് ബുക്ക് പോലെ ഒരു മെറ്റീരിയൽ ഇരിപ്പുണ്ടാവും. ഇറ്റ്സ് എ മൈക്ക്. അതായത് ഈ പള്ളിയിലെ ആളുകൾക്ക് ശാന്തമായിട്ട് കേൾക്കാൻ പാകത്തിന് സംസാരിക്കുന്ന ഒന്ന് കേൾക്കണം. ഇവിടുത്തെ ഒരു കൾച്ചറാണത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടുത്തെ പള്ളികൾ ഒരു 98%, സ്പെഷ്യലി സെക്കൻഡ് വേൾഡ് വാറിന് മുൻപുള്ള പള്ളികൾ, അതിനുശേഷമുള്ള പള്ളികളെന്ന് ഞാൻ പറയില്ല, എല്ലാം പ്യുവർ അക്വിസ്റ്റിക് ആണ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അവർ ഒത്തിരിയേറെ മോഡേൺ സ്റ്റൈൽ പള്ളികളൊക്കെ പണിതു. അതെല്ലാം പ്യുവർ അക്വിസ്റ്റിക് അല്ല. അതിനു മുമ്പുള്ള പള്ളികളെല്ലാം, അതായത് ഇവിടുത്തെ യൂറോപ്പിലുള്ള ഒരു 98% പള്ളികളും അക്വിസ്റ്റിക്കാണ്. നമ്മൾ അൾത്താരയിൽ നിന്നിട്ട് ഒരു പാട്ട് പാടിയാൽ, പ്രസംഗം പറഞ്ഞാൽ, എന്ത് നമ്മൾ സംസാരിച്ചാലും അത് ആ പള്ളിയുടെ അകത്തിരിക്കുന്ന എല്ലാവർക്കും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൊയർ പാടിയാലും, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു വർഷത്തിലൊരു കുറഞ്ഞത് 10-12 കോൺസേർട്ടുകൾക്കെങ്കിലും പാടാനായിട്ട് കോറൽ കൊയറിന് പോകാറുണ്ട്. ഈ കോൺസേർട്ടുകളെല്ലാം നടക്കുന്നത് പള്ളികളിലാണ്. ഇവിടെ കോൺസേർട്ടുകളൊക്കെ പള്ളിയിൽ നടക്കും. ഒരു മൈക്കും ഉണ്ടാവാറില്ല. നമ്മൾ പാടുന്നത് ഒച്ച കൂടിയാലേ ഉള്ളൂ. അതിവിടുത്തെ പള്ളികളുടെ ഒരു അക്വസ്റ്റിക് നേച്ചറിൻ്റെ പ്രത്യേകതയാണ്. ഇത് നമുക്ക് നാട്ടിലുള്ള പള്ളികളായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പള്ളികൾ അത്ര അക്വസ്റ്റിക് അല്ല. ഇപ്പോൾ ഞാനിരിക്കുന്ന എൻ്റെ പള്ളിയിൽ ഒരു ജനൽ പോലും ഓപ്പൺ അല്ല. ഈ പള്ളിയിൽ ഒരു ജനലില്ല തുറക്കാനായിട്ട്. ഒരു മെയിൻ ഡോറാണ് ആകെ ഓപ്പൺ ആക്കാനുള്ളത്. നമുക്കറിയാം ഇത് തണുപ്പ് ഒത്തിരി കൂടുതലുള്ള ഒരു രാജ്യമാണ്, പ്രത്യേകിച്ച് യൂറോപ്പിലെല്ലായിടത്തും. അതുകൊണ്ട് ഇവിടുത്തെ പള്ളികൾക്ക് എയർ പാസിങ് വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല. കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് പണിതേക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് വോയിസ് ഇതിനകത്ത് കേൾക്കും. ഈ പള്ളിയുടെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകൾ, ഇവിടുത്തെ പണിയുടെ രീതി എല്ലാം നമുക്ക് ഭംഗിയായിട്ട് കേൾക്കാം ഇതിനകത്ത് പറയുന്നത്. ഇവിടുത്തെ ചില പള്ളികളിലൊക്കെ അൾത്താരയിൽ നമ്മൾ പാടിയാലുണ്ടല്ല, നമുക്ക് തന്നെ തോന്നും, ഓ ദൈവമേ ഇതെൻ്റെ വോയിസ് തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. അത്ര ഭംഗിയായിട്ടാണ് അക്വസ്റ്റിക് നമുക്ക് തിരിച്ചു തരുന്നത്. ഇത് നമുക്ക് നാട്ടിൽ കിട്ടില്ല, കേരളത്തിൽ ഇത് കിട്ടില്ല, ഒരിക്കലും കമ്പയർ ചെയ്യരുത്. പിന്നെ എനിക്കിതിനകത്ത് തോന്നിയൊരു കാര്യം നമ്മുടെ ഹ്യൂമിഡിറ്റിയിലുള്ള വ്യത്യാസം. ഞാൻ ഈ അടുത്തൊരു സൗണ്ട് വേവ്സിനെ കുറിച്ചൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് പഠിച്ചൊരു കാര്യമാണ് ഹ്യൂമിഡിറ്റി. നമ്മുടെ നാട്ടിലെ ഹ്യൂമിഡിറ്റി വളരെ നമുക്ക് ഒത്തിരിയേറെ ചൂടുണ്ടാക്കുന്ന പോലത്തെ ഒരു ഹ്യൂമിഡിറ്റിയാണ്. ഇതിനകത്ത് സൗണ്ട് വേവ്സ് യാത്ര ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതെല്ലാവരിലോട്ടും ക്ലിയറായിട്ട് എത്തില്ല. ഇനിയുള്ള ഇതിനകത്തുള്ള അടുത്തൊരു ചോദ്യമാണ്, ഈ ചോദ്യത്തിലുണ്ടായിരുന്നതാണ് മൈക്ക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച്. ഇവിടെ യൂറോപ്പിൽ ചില പള്ളികളിലൊക്കെ മൈക്ക് ഉപയോഗിക്കും. അച്ഛന്മാരൊരു ചെറിയ, നേരത്തെ പോലെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ബലിമേശയിൽ ഒരു ചെറിയ നോട്ട് പുസ്തകം, ഒരു ചെറിയ പോക്കറ്റ്, നമ്മുടെ ഷർട്ടിൻ്റെയൊക്കെ പോക്കറ്റിലിടാവുന്ന പോലത്തെ ഒരു ചെറിയ കുഞ്ഞ് നോട്ട്ബുക്ക് പോലെ ഒരു മൈക്ക് ഉണ്ടാവും. വളരെ ചെറിയ ഡെസിബലിലെ ആളുകൾക്ക് അത് കേൾക്കാനായിട്ട് പറ്റും. അല്ലാണ്ട് ഒരു മൈക്കിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല.
നാട്ടിൽ നമ്മൾ മൈക്ക് ഉപയോഗിക്കേണ്ടി വരും, ഉറപ്പാണ്. മൈക്ക് ഉപയോഗിക്കണം, ഇല്ലാണ്ട് ആളുകൾക്ക് കേൾക്കാനായിട്ട് നമുക്ക് പറ്റില്ല. പിന്നെയും നമ്മൾ കൊയറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു കാര്യമാണ് എല്ലാവർക്കും ഓരോ മൈക്ക് ഉപയോഗിക്കേണ്ടതെന്ന്. ഇത് ലിറ്റർജിക്കൽ മ്യൂസിക്കിൻ്റെ ഉള്ളിലെ ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യനാണ്. ആക്ച്വലി ഞാനൊരു ടെക്നീഷ്യനല്ല സൗണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ. ഇത് സൗണ്ട് പ്രൊഡക്ഷൻ, സൗണ്ട് എൻജിനീയറിങ് പഠിക്കുന്നവർ ഡീൽ ചെയ്യേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു പല വൈദികരും ഇത് പഠിച്ചവർ തന്നെയുണ്ട്, അൽമായർ പഠിച്ചവരുണ്ട്. ഞാനൊരിക്കലൊരു കുർബാനയ്ക്ക് പോയപ്പോൾ ഒരു ഫൊറോന പള്ളിയിലാണ് 21 പേര് പാടാൻ നിൽക്കുകയാണ്. ഞാൻ എണ്ണി കൃത്യമായിട്ട് 21 പേരുടെ കയ്യിലും മൈക്കുണ്ട്. ദാറ്റ് മീൻസ് 21 പാട്ടുകാർ, 21 മൈക്ക് എല്ലാവരുടെയും കയ്യിലിരിക്കുകയാണ്. ബട്ട് ഫോർച്ചുനേറ്റ്ലി അന്ന് അവിടെ നല്ലൊരു സൗണ്ട് മിക്സ് ചെയ്യുന്ന ആളുണ്ടായിരുന്നു. ഒരാളുടെ വോയിസ് പോലും അനാവശ്യമായിട്ട് പുറത്ത് കേൾപ്പിക്കാതെ 21 പേരുടെയും വോയിസും നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു കോറൽ എഫക്റ്റിലാണ് പുറത്ത് വന്നത്. അതുകൊണ്ട് ഞാൻ ആ മിക്സ് ചെയ്ത ആളെ ഞാൻ കുർബാനയ്ക്ക് ശേഷം പോയി ചെന്ന് കണ്ട് സ്പെഷ്യലായിട്ടൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇത് കാണുന്ന അച്ഛന്മാരായാലും പള്ളിയിലുള്ളവരായാലും കൊയർ മെമ്പേഴ്സായാലും ഇത് നാം മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ ടെക്നിക്കൽ തിങ്. ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യം, എങ്ങനെ മൈക്ക് ഉപയോഗിക്കണം, എത്ര മൈക്കുണ്ടെന്നുള്ളതല്ല, ഉള്ള മൈക്ക് എങ്ങനെ ഭംഗിയായിട്ട് നല്ല ഔട്ട്പുട്ട് പുറത്ത് കൊടുക്കാൻ പറ്റും, അത് നല്ലൊരു ടെക്നീഷ്യനെ കണ്ടെത്തുക എന്നുള്ളതാണ്. 20 മൈക്ക് 30 മൈക്ക് എത്ര ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അത് നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് നല്ലൊരു ടെക്നീഷ്യൻ വേണം എന്നുള്ളതാണ്. പേഴ്സണലി എനിക്കറിയില്ല, അത് ഞാൻ പഠിച്ചിട്ടില്ല, അത് അറിയാവുന്നവർ വേണം. ഇനി കൊയർ മെമ്പേഴ്സ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് ചില സമയത്ത് ചില ഫോൺ കോളുകളൊക്കെ നാട്ടിൽ നിന്ന് വരാറുണ്ട്. 1 ലക്ഷം 1.5 ലക്ഷം രൂപ വരെയൊക്കെ മുടക്കാൻ റെഡിയാണ്, എനിക്കൊരു ഇൻഡിവിജ്വൽ മൈക്ക് മേടിക്കണം. അതായത് ഞായറാഴ്ച പള്ളിയിൽ പാടാൻ പോകുമ്പോൾ ഈ മൈക്ക് സെറ്റ്, ഈ ഒരു ഇൻഡിവിജ്വൽ എൻ്റെ പാടുന്ന മൈക്കുമായിട്ട് പള്ളിയിൽ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ആ സിസ്റ്റമൊക്കെ ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് പേഴ്സണലി തോന്നുകയാണ്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ പെർഫോമൻസ് അല്ല, നമ്മുടെ കൊയർ ഒരുമിച്ച് പെർഫോം ചെയ്യണതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, ഒരുമിച്ച് വോയിസ് പുറത്തോട്ട് കേൾപ്പിക്കണത്. അതുകൊണ്ട് മൈക്കിൻ്റെ കാര്യത്തിൽ നാം പഠിക്കേണ്ടതാണ്. ഇനി ഇതിനകത്ത് വളരെ തമാശ ജനിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ യൂറോപ്പിനെ കുറിച്ച് ചർച്ച ചെയ്തതുകൊണ്ടാണ്. ഇവിടെ യൂറോപ്പിലെ പള്ളികളിൽ ഇവിടുത്തെ സ്പീക്കറൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പള്ളികളിൽ സ്പീക്കറൊന്നും ഇരിക്കുന്നത് കാണില്ല, ബട്ട് സ്പീക്കറുണ്ട്. ഇപ്പോൾ ഞാനിരിക്കുന്ന ഈ പള്ളിയിൽ 4 സ്പീക്കറുണ്ട്. പക്ഷെ ഇതെവിടെയാണെന്ന് ഞാൻ ഈ പള്ളിയിൽ വന്ന് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. ഓരോ ഭിത്തിയുടെ മൂലയിൽ ഒരു ചെറിയ ഒരു ട്യൂബ് ലൈറ്റ് ഇരിക്കുന്നത് പോലെ ഒരു കുഞ്ഞ് സ്പീക്കർ. ഈ സ്പീക്കറിൻ്റെ പ്രത്യേകത, ഒരു ബേസ് ഫ്രീക്വൻസി ഒന്നും ഈ സ്പീക്കറിൽ എടുക്കില്ല. ഈ ഒരു പർട്ടിക്കുലർ സാധാരണ സംസാരിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ചെറിയ സ്പീക്കർ. ഇവർക്കിത് മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഇവർക്ക് കൊയർ വരുമ്പോൾ ബേസ് ഇവർ അക്വസ്റ്റിക്കായിട്ട് പാടുവാണ് പള്ളിയിൽ. ഏറ്റവും വലിയ തമാശയായിട്ട് കാണുന്നൊരു കാര്യം, നമ്മുടെ സീറോ മലബാറിൻ്റെ കുർബാനയൊക്കെ ഇവിടെ യൂറോപ്പിലെ ദേവാലയങ്ങളിൽ വെച്ച് നടക്കാറുണ്ട്. നമ്മുടെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ മാസം പല നമ്മുടെ കാത്തലിക് കേരളത്തിൽ നിന്നുള്ള കമ്മ്യൂണിറ്റിയുടെ മാസമൊക്കെ യൂറോപ്പിൽ ഇവിടെ ഇവരുടെ പള്ളിയിൽ വെച്ചാണ് നടക്കുന്നത്. ഇതിലേറ്റവും തമാശയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ യൂറോപ്യൻസിൻ്റെ മാസ് കഴിഞ്ഞ് അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ മാസിന് എക്സ്ട്രാ നല്ല അടിപൊളി വലിയ യമഹയുടെ സ്പീക്കറൊക്കെ ആയിട്ട് നമ്മുടെ ആളുകൾ പുറത്ത് വെയിറ്റ് ചെയ്യണുണ്ടാവും. കാരണം നമുക്ക് ഇങ്ങനെ പാടിയാൽ പോരാ, നമുക്ക് നല്ല ബേസ് എഫക്റ്റും ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് പാടിയാലേ ശരിയാവുള്ളൂ. ഭയങ്കര രസകരമായിട്ട് തോന്നാറുണ്ട്. കാരണം ഇവർ യൂറോപ്യൻസ് നല്ല അടിപൊളിയായിട്ട് നല്ല എലഗൻ്റായിട്ട് ഇവരുടെ ഒരു കോറൽ സിംഗിങ് ഒക്കെ കഴിഞ്ഞാൽ അവർക്ക് മൈക്ക് സിസ്റ്റവും വേണ്ട, ഒന്നും വേണ്ട. അതേ പള്ളിയിൽ അത്രയും സെയിം നമ്പർ ഓഫ് പീപ്പിളായിട്ട് പുറത്തുനിന്ന് ആളുകൾ വരുമ്പോൾ വലിയ സ്പീക്കറും മിക്സറും ഒക്കെ ആയിട്ട് വരികയാണ്. കാരണം നമ്മളങ്ങനെ പഠിച്ചു പോയി, ആ ബഹളമൊക്കെ വേണം. ഇനി ഇത് അൽമായർ മാത്രമല്ല കേട്ടോ, അച്ഛന്മാരും, അതായത് ഞാൻ പേഴ്സണലി കണ്ടുമുട്ടിയിട്ടുണ്ട് അച്ഛന്മാരെ. ഞാൻ ഒത്തിരിയേറെ ഉള്ളിൽ ചിരിക്കാറുണ്ട്. കാരണം യൂറോപ്പിലൊരു പള്ളിയിൽ, ആ പള്ളിയിലത്തെ യൂറോപ്യൻസിന് വേണ്ടി ഈ പള്ളിയിലെ ചെറിയ കുഞ്ഞു മൈക്ക് സിസ്റ്റത്തിൽ കുർബാന ചെല്ലുന്ന ഒരു അച്ഛൻ, ഇതേ അച്ഛൻ ഇതേ കുർബാന കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള അടുത്ത സെഷൻ ആരംഭിക്കുകയാണ്. ബട്ട്
അവിടെ അദ്ദേഹത്തിന് എക്സ്ട്രാ മൈക്കും എക്സ്ട്രാ സ്പീക്കറും എല്ലാം ആവശ്യമാണ്. അത് വലിയൊരു കൾച്ചറൽ ഡിഫറൻസാണ്, നാം പഠിക്കേണ്ടതാണ്. അതിൽ ഒരുപക്ഷെ ശരിയുണ്ടാകാം, എനിക്ക് അറിയില്ല. ബട്ട് ഇതൊരു ഫാക്റ്റാണ്. കാരണം ഇവിടെ യൂറോപ്പിലെ പള്ളിയിൽ നല്ലൊരു അക്യൂസ്റ്റിക് ഫീൽ ഉണ്ടെങ്കിലും നമ്മുടെ ആളുകൾ പെർഫോം ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ഈ മിക്സറും മൈക്കും ബഹളങ്ങളും ഒക്കെ വേണം. ഇവിടെ ഇരിക്കുന്ന ഈ ചെറിയ സ്പീക്കറുകൾ കൂടാണ്ട് എക്സ്ട്രാ പുറത്തുനിന്ന് വലിയ സ്പീക്കറും എടുത്തുകൊണ്ട് വന്നാണ് കുർബാനകൾ. കാരണം നമ്മളതിനോട് അക്വൈൻറ്റഡായി, നമ്മളത് അങ്ങനെ പഠിച്ചു പോയി. അതിൽ നിന്ന് മാറാനായിട്ട് വളരെ പാടാണ്. ബട്ട് ഞാൻ ഈ ഒരു ചോദ്യം ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. യൂറോപ്പിലെ പള്ളിയിലെ മൈക്കില്ലാത്ത സിസ്റ്റവും നാട്ടിലെ കൊയറിൻ്റെ മൈക്കിൻ്റെ സിസ്റ്റവും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ അച്ഛന്മാരും പ്രത്യേകം ശ്രദ്ധിക്കുക. നാട്ടിലെ അച്ഛന്മാരും ഉപയോഗിക്കുന്ന മൈക്കും ഒരു സോളോ മൈക്കാണ്. ഒരു സമൂഹ ദിവ്യബലി നടക്കുമ്പോൾ അച്ഛന്മാർ അവിടെ കോമൺ ആയിട്ടൊരു മൈക്ക് ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ കോറൽ എഫക്റ്റിൽ പ്രാർത്ഥന എല്ലാമെന്ന് പറഞ്ഞ് ഒരച്ഛന്മാരും സോളോ മൈക്ക് ഉപയോഗിക്കുന്നില്ല. അവിടെയും അച്ഛന്മാർക്ക് ഓരോരുത്തർക്ക് 2 or 3 ഇൻഡിവിജ്വൽ മൈക്കുകൾ കൊടുത്തിട്ടുണ്ടാവും. സോളോ ആയിട്ട് ഭംഗിയായിട്ട് അവരുടെ ബേസൊക്കെ കേൾക്കാൻ പാകത്തിന് പ്രസംഗം പറയുന്ന അച്ഛനായാലും തിരുനാൾ പാട്ട് കുർബാന പാടുന്ന അച്ഛനായാലും ആ മൈക്കിനെ മെയ്ക്ക് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മുടെ ഭംഗിയായിട്ട് സൗണ്ട് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെയും ഈ ഒരു തിയറി പ്രാക്ടിക്കലാണല്ലോ. യൂറോപ്പിൽ ഇവിടെ മൈക്കില്ല അച്ഛന്, ഇത് നാട്ടിൽ പറ്റുമോ? ഏതച്ഛൻ തയ്യാറാകും മൈക്കില്ലാണ്ട് പ്രസംഗിക്കാനായിട്ട്? ഏതെങ്കിലും തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് വരുന്ന അച്ഛൻ മൈക്കില്ലാണ്ട് പാടാൻ തയ്യാറാകുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് നാം അങ്ങനെ ഒരു യൂറോപ്പും കേരളവുമായിട്ട് അങ്ങനെ ഒരു താരതമ്യ പഠനം എളുപ്പമല്ല.